എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചപ്പാത്തി ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു വിഭവമാണ് കേട്ടോ. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ചപ്പാത്തി ഇവിടെ ചുട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 12 ചപ്പാത്തിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചപ്പാത്തീനെ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അത് നീളത്തിനാണ് കട്ട് ചെയ്തെടുക്കുന്നത്, നമ്മുടെ എന്താ പറയുക നൂഡിൽസിൻ്റെ ഒക്കെ ഒരു രൂപത്തിൽ കേട്ടോ. അപ്പോൾ ഞാനൊരു ചപ്പാത്തി എടുത്തിട്ട് ഞാനിവിടെ കത്രികയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ റോളാക്കി വെച്ചിട്ട് കത്രിക കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കത്തി ഉപയോഗിച്ച് കട്ടിംഗ് ബോർഡിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ ചപ്പാത്തിയും ഇതേപോലെ അരിഞ്ഞെടുക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ റൗണ്ടായിട്ടായിരിക്കും. അത് നമ്മളിങ്ങനെ അവസാനം നമുക്ക് നിവർത്തി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് മുഴുവനും ഞാനിത് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ ഇതേ എല്ലാതും അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒക്കെ ഒന്ന് കുടഞ്ഞെടുക്കുക കേട്ടോ. കാരണം ഇങ്ങനെ റൗണ്ടായി കിടന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. എല്ലാതും നന്നായിട്ട് ഇങ്ങനെ നിവർന്നിങ്ങനെ കിട്ടണം കേട്ടോ. നൂഡിൽസൊക്കെ കെടുക്കില്ലേ, അതേപോലെ ഇത് കെടുക്കണം. അപ്പോൾ അതേ നമ്മുടെ ചട്ടി ഞാൻ വെച്ചിരിക്കുകയാണ്. കുറച്ച് വലിപ്പത്തിലുള്ള ചട്ടി എടുക്കുകയാലാണ് നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക അവസാനം എല്ലാം കൂടി മിക്സ് ആക്കുമ്പോൾ ഏറ്റവും നല്ല വലിയൊരു ചട്ടി എടുക്കുന്നതാണ് കേട്ടോ. അതിലേക്ക് ഞാൻ ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു 2 വലിയ സബോളയാണ് ചേർത്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മസാല വേണം, അതാണ് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ ഒരു 2 വലിയ സബോള എടുത്തിട്ടുണ്ട്. 12 ചപ്പാത്തിക്കാണ് 2 സബോള ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു 2 പച്ചമുളകും ക്യാരറ്റും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ക്യാരറ്റ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ മക്കൾക്ക് ഈ ഒരു ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാവും. ചപ്പാത്തി ഒന്നും കഴിക്കാത്ത മക്കളുണ്ടാവുമല്ലോ, അവർക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ വളരെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അതേ ഞാനത് നമ്മുടെ ആ ഒരു സബോളയ്ക്ക് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ മറ്റൊരു ഓപ്ഷണൽ ആയിട്ടുള്ള ഒന്നാണ് സോസേജ്, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. അതും ഞാൻ ഇതേപോലെ നീളത്തിന് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ചിക്കൻ്റെ സോസേജാണ് കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുള്ള ഏത് വിഭവമല്ല ഇൻഗ്രീഡിയൻസും ഇതിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. സബോളയും പച്ചമുളകും അതേപോലെ ഇനി ഞാൻ ചേർക്കും തക്കാളി, അതൊക്കെ ഇതിലേക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അത് ഒഴിവാക്കരുത് നിങ്ങൾ. ക്യാരറ്റും അതേപോലെ ഇപ്പോൾ സോസേജൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് വഴന്നു വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ തക്കാളി, ഒരു മുഴുവൻ തക്കാളിയാണ് ചേർത്തത്. നല്ല പഴുത്ത തക്കാളി ചേർക്കണമെങ്കിൽ അത്രയ്ക്കും നല്ലതാണ് കേട്ടോ. ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു 3 കോഴിമുട്ടയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ അളവ് കൂടുതലാണെങ്കിൽ സബോളയുടെയും എല്ലാത്തിൻ്റെ അളവ് നമുക്ക് കൂട്ടാം. അതേപോലെ തന്നെ കോഴിമുട്ടയുടെയും അളവ് നമുക്ക് കൂട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചില കുട്ടികൾ കോഴിമുട്ട കഴിക്കില്ല, അങ്ങനെയുള്ള കുട്ടികളുണ്ടാവുമല്ലോ. അവർക്കൊക്കെ ഇതേ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടം. അതേപോലെ തന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒരു കറി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒരു ഇതില്ലേ. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ ഇങ്ങനെ ഒരു കൂട്ടുണ്ടെങ്കിൽ എല്ലാം രണ്ടും കൂടി മിക്സാക്കി കഴിഞ്ഞാൽ അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സബോളയല്ല കോഴിമുട്ടയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമ്മളിനി നമ്മുടെ മറ്റേ മസാലക്കൂട്ടായിട്ട് മിക്സ് ആക്കുക കേട്ടോ. നന്നായിട്ട് മിക്സാക്കി യോജിപ്പിക്കുക. കോഴിമുട്ടയ്ക്ക് നന്നായിട്ട് എല്ലാ അതുമായിട്ട് കൂടി ചേരണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. വളരെ എളുപ്പമാണ്. നമ്മളിപ്പോൾ വീഡിയോയിലായ കാരണം കൊണ്ടാണ് ഇത്രയും ലെങ്ത്ത് കേട്ടോ. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ച് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. അതായത് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ നമ്മുടെ മക്കളും കൂടി കഴിക്കുന്ന കാരണം കൊണ്ട് മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് മതി. മുളക് പൊടി ഇല്ല, അതിൻ്റെ പകരം കാശ്മീരി ആണെങ്കിൽ അത് മതി കേട്ടോ. ഞാൻ മെയിനായിട്ട് ജസ്റ്റ് ഒരു കളറൊക്കെ കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിഞ്ഞാൽ നേരെ നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ചപ്പാത്തി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർക്കുക കേട്ടോ. അപ്പോൾ ചപ്പാത്തി നമ്മൾ നൂഡിൽസ് നമ്മൾ ചേർക്കില്ലേ, അതേപോലെ തന്നെ നമ്മുടെ ചപ്പാത്തീനെയും കുറേശ്ശെയായിട്ട് ചേർക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് തീ സിമ്മാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതേ ഞാനിത് മുഴുവനും അതിലേക്ക് ഇങ്ങനെ കുടഞ്ഞിട്ടാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. കാരണം ആ റൗണ്ടായിട്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു രസം ഉണ്ടാവില്ല. അത് കാരണം ഇങ്ങനെ കുടഞ്ഞിട്ടിട്ട് ചേർക്കുകയാണ്. ഇനി ഇതേ നമ്മുടെ കയ്യിൽ ഉപയോഗിച്ചിട്ട് മിക്സ് ആക്കുകയാണ് കേട്ടോ. വളരെ എളുപ്പമാണ് ഈ ഒരു ഡിഷ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കുറേ എന്താ പറയുക ചപ്പാത്തി എടുത്തിട്ട് ചെയ്യേണ്ട. നിങ്ങൾ ആദ്യം തന്നെ ഒരു 3-4 ചപ്പാത്തിക്ക് എടുത്തിട്ട് ഇതേപോലെ കുറച്ച് അളവിൽ ചെയ്ത് നോക്കുക. എന്തുതന്നെയായാലും മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. മക്കൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത് ഇഷ്ടപ്പെടും. വളരെ സിമ്പിളാണ് കേട്ടോ ഇത്.
അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്.